ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അസംബ്ലറിനെ കുറിച്ചായിരുന്നു. അതായത് അസംബ്ലറിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന്. അസംബ്ലറിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ട്രാൻസ്ലേറ്റിംഗ് നിമോണിക് ഓപ്പ് കോഡ് ടു ഇറ്റ്സ് ഇക്വലൻ്റ് ഒബ്ജക്റ്റ് കോഡ്. നിമോണിക് ഓപ്പ് കോഡിന് എന്തായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓപ്പ് കോഡ് ഇതിപ്പോൾ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ആഡ് അല്ലെ സബ് അല്ലെ മൾ, ഇതിന് ഓരോന്നിനും എന്തുണ്ട്? ഒരു ഓപ്പ് കോഡുണ്ട്. അപ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്തിലോട്ട്? ഒബ്ജക്റ്റ് കോഡിലോട്ട് മാറ്റുന്നു. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും? സീറോസിൻ്റെയും വൺസിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. അതാണ് അസംബ്ലറിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ്, അസൈൻ മെഷീൻ അഡ്രസ് ടു സിംബോളിക് ലേബിൾസ്. സിംബോളിക് ലേബിൾസിന് ഒരു മെഷീൻ അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇപ്പം മെഷീൻ അഡ്രസ്സ് ഓരോ ലേബലിനും, അതായത് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 1000 എന്നോ 2000 എന്നോ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് അസൈനിങ് മെഷീൻ അഡ്രസ് ടു സിംബോളിക് ലേബിൾസ്. ആ ഓരോ ലേബിൾസിനും എന്താണ്? മെഷീൻ അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അൽഗോരിതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പാസ് അൽഗോരിതമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് അതിന് 2 പാസ്സാണ് ഉള്ളത്. അപ്പോൾ ആ 2 പാസ് അൽഗോരിതം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് അൽഗോരിതവുമാണ്. ഇനി അടുത്ത ഏതാണ്? ലോഡർ. ഇറ്റ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ വിച്ച് ബ്രിങ്സ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ. അപ്പം ലോഡർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതെന്താ ചെയ്യുന്നത്? വിച്ച് ബ്രിങ്സ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ടു മെമ്മറി. ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ മെമ്മറിയിൽ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ട്? എക്സിക്യൂഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ വിച്ച് ബ്രിങ്സ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ. 3 ടൈപ്പ് ഓഫ് ലോഡറാണുള്ളത്. ആ 3 ലോഡേഴ്സിനെയും കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ 3 ലോഡേഴ്സിൽ ഫസ്റ്റ് വൺ അബ്സല്യൂട്ട് ലോഡർ. അബ്സല്യൂട്ട് ലോഡർ മീൻസ് ലോഡർ വിച്ച് പെർഫോംസ് ഡയറക്റ്റ് ലോഡിംഗ് ഓൺലി. അപ്പോൾ ഏത് ലോഡറാണോ ഡയറക്റ്റ് ലോഡിംഗ് പെർഫോം ചെയ്യുന്നത് ആ ലോഡറിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ലോഡർ. സെക്കൻഡ് ഈസ് റീലൊക്കേഷൻ ലോഡർ. റീലൊക്കേഷൻ ലോഡർ മീൻസ് ദ ലോഡർ പെർഫോംസ് ദ ലോഡിംഗ് ഫങ്ഷൻസ് ആൻഡ് സപ്പോർട്ട്സ് റീലൊക്കേഷൻ. ഏത് ലോഡറാണോ ലോഡിംഗ് ഫങ്ഷൻ പെർഫോം ചെയ്യുകയും അതുപോലെ തന്നെ റീലൊക്കേഷനെ സപ്പോർട്ട് ചെയ്യുക. റീലൊക്കേഷനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ലൊക്കേഷൻ 1000 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലിരിക്കുന്ന ഡേറ്റ അതിനെ റീലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ലൊക്കേഷനിലോട്ട് കൊണ്ടുവരുന്നു വെക്കുന്നു. വേണമെങ്കിൽ 2000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ 3000, അങ്ങനെ ഇഷ്ടമുള്ള ലൊക്കേഷൻ. അപ്പം റീലൊക്കേഷൻ ലോഡർ മീൻസ് ദ ലോഡർ ദാറ്റ് പെർഫോംസ് ദ ലോഡിംഗ് ഫങ്ഷൻസ് ആൻഡ് സപ്പോർട്ട്സ് റീലൊക്കേഷൻ. മൂന്നാമത്തെ എന്താണ്? ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ബൂട്ട് സ്ട്രാപ്പ് ലോഡർ മീൻസ് ഇറ്റ് പെർഫോംസ് ബൂട്ടിംഗ് പ്രോസസ്. ദാറ്റ് മീൻസ് ലോഡ്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു മെമ്മറി. അപ്പോൾ ലോഡ്സ് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു ഏതിലോട്ട്? മെമ്മറി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. The next is linker. Linker means combine 2 or more separate object programs. ഇപ്പോൾ 2 അതിൽ കൂടുതലോ ഒബ്ജക്റ്റ് പ്രോഗ്രാംസിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് സപ്ലൈസ് ദ ഇൻഫർമേഷൻ നീഡഡ് ടു അലോ റെഫറൻസസ് ബിറ്റ്വീൻ ദം. ദാറ്റ് ഈസ് ലിങ്കർ. ദെൻ നെക്സ്റ്റ് ഈസ് മാക്രോ പ്രൊസസ്സർ. മാക്രോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. മാക്രോ റെപ്രസെൻറ്റ്സ് എ കോമൺലി യൂസ്ഡ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് അലോസ് ദ പ്രോഗ്രാമർ ടു റൈറ്റ് ഷോർട്ട് ഹാൻഡ് വേർഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ഷോർട്ട് ഹാൻഡ് വേർഷൻ ആണെന്ന് പറഞ്ഞെങ്കിൽ പറയാം. ഇറ്റ് അലോസ് ദ പ്രോഗ്രാമർ, ഇപ്പം ഇറ്റ് ഹെൽപ്സ് ദ പ്രോഗ്രാമർ ടു റൈറ്റ് എ ഷോർട്ട് ഹാൻഡ് വേർഷൻ ഓഫ് എ പ്രോഗ്രാം. Then macro processor replaces each macro instruction with a corresponding group of source language statement. അപ്പോൾ മാക്രോ പ്രൊസസ്സർ റീപ്ലേസ് ചെയ്യുന്ന ഓരോ മാക്രോ ഇൻസ്ട്രക്ഷനും വെച്ച് കറസ്പോണ്ടിങ് ഗ്രൂപ്പ് ഓഫ് സോഴ്സ് ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിനെയാണെന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ദ മാക്രോ. മാക്രോ പ്രൊസസ്സർ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് മാക്രോ പ്രൊസസ്സറിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത് റീപ്ലേസസ് ഈച്ച് മാക്രോ ഇൻസ്ട്രക്ഷൻ. ഓരോ മാക്രോ ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു വിത്ത് എന്തുകൊണ്ട്? ദ കറസ്പോണ്ടിങ് ഗ്രൂപ്പ് ഓഫ് സോഴ്സ് ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോൺ ആസ്. അതിനെയാണെന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ദ മാക്രോ. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് അത്ര ചിലർക്ക് മനസ്സിലാവത്തില്ല. അത് നമുക്ക് എന്തായാലും മാക്രോ പ്രൊസസ്സറിൻ്റെ മൊഡ്യൂൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവും. അടുത്തത് ടെക്സ്റ്റ് എഡിറ്റർ. ടെക്സ്റ്റ് എഡിറ്റർ മീൻസ് നേരത്തെ തന്നെ പറഞ്ഞു. ടെക്സ്റ്റ് എഡിറ്ററിന് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതായിരുന്നു? ലിനക്സ് ആണെങ്കിൽ ലിനക്സിൻ്റെ കേസിൽ അവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് Gedit അല്ലേ? അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആൻ ഇൻട്രാക്റ്റീവ് എഡിറ്റർ ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് അലൗസ് എ യൂസർ ടു ക്രിയേറ്റ് ആൻഡ് മോഡിഫൈ എ ടാർഗറ്റ് ഡോക്യുമെൻറ്റ്. അപ്പം ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യുന്നതും അതേ കണക്ക് എന്ത് ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റിനെ എന്താണ്? മോഡിഫൈ ചെയ്യുകയും ചെയ്ത്. ആൻ ഇൻ്ററാക്റ്റീവ് എഡിറ്റർ ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് അലൗസ് എ യൂസർ ടു ക്രിയേറ്റ് ആൻഡ് മോഡിഫൈ എ ടാർഗറ്റ് ഡോക്യുമെൻറ്റ്.
ദ ടേം ഡോക്യുമെൻറ്റ് ഇൻക്ലൂഡ്സ് ഒബ്ജക്റ്റ് സച്ച് ആസ് എന്തൊക്കെ വരാം ആ ഡോക്യുമെൻറ്റ്സിനകത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ടെക്സ്റ്റ്, ഇക്വേഷൻസ്, ടേബിൾസ്, ഡയഗ്രാംസ്, ലൈൻ ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്, എനിത്തിങ് ദാറ്റ് വൺ മൈറ്റ് ഫൈൻഡ് ഓൺ എ പ്രിൻറ്റഡ് പേജ്. അപ്പോൾ ഡോക്യുമെൻറ്റിനകത്ത് എന്തൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ടെക്സ്റ്റ്, ഇക്വേഷൻസ്, tables, diagrams, etc. Text editor is one in which the primary elements being edited are character strings of the target text. But it is one in which the primary elements being edited are character strings of target text. Next is debugger. Debugger എന്താണ്? It is used to test and debug the target program. അപ്പോൾ അതായത് നമുക്ക് എന്താ ഡിബഗർ വെച്ച് എറേഴ്സ് കറക്റ്റ് ചെയ്യുന്നു. എ ഡിബഗർ അല്ലെങ്കിൽ ഡീബഗിങ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ് ടു ടെസ്റ്റ് ആൻഡ് ഡീബഗ് ദ ടാർഗറ്റ് പ്രോഗ്രാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡീബഗർ ആർ നോൺ ആസ് ബ്രേക്ക് പോയിൻറ്റ് ഡീബഗർ. ഇതെന്താ ഹെൽപ്പ് ചെയ്യുന്ന? ഇറ്റ് അലൗസ് ദ പ്രോഗ്രാമർ ടു സസ്പെൻഡ് എ പ്രോഗ്രാം എക്സിക്യൂഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് എന്താണ് ആ പ്രോഗ്രാമിനെ സസ്പെൻഡ് ചെയ്ത് വെക്കുകയും സസ്പെൻഡ് എ പ്രോഗ്രാം എക്സിക്യൂഷൻ അറ്റ് പർട്ടിക്കുലർ പോയിന്റ്, ചെക്ക് ആൻഡ് മോഡിഫൈ ദ കണ്ടൻസ് ഓഫ് സം ഓഫ് ദ വേരിയബിൾസ് ആൻഡ് ദെൻ റെസ്യൂം എക്സിക്യൂഷൻ. അപ്പം ഡീബഗർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എറേഴ്സ് ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യും, അതിനെ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യാനും പറ്റും. അതിനൊരു എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്നത് ഏതാണ്? ബ്രേക്ക് പോയിൻറ്റ് ഡീബഗർ. ഇപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനകത്തുള്ള കണ്ടൻസ് മോഡിഫൈ ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ എന്താണ്? ഇറ്റ് അലൗസ് ദ പ്രോഗ്രാമർ ടു സസ്പെൻഡ് എ പ്രോഗ്രാം എക്സിക്യൂഷൻ അറ്റ് പർട്ടിക്കുലർ പോയിൻറ്റ്, ചെക്ക് ആൻഡ് മോഡിഫൈ ദ കണ്ടൻസ് ഓഫ് സം ഓഫ് ദ വേരിയബിൾസ് ആൻഡ് ദെൻ റെസ്യൂം ദ എക്സിക്യൂഷൻ. Then last is device driver. Device driver എന്താ? It is a program that controls a particular type of device that is attached to a computer. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഡിവൈസ് ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. ദർ ആർ ഡിവൈസ് ഡ്രൈവർ ഫോർ ഇപ്പോൾ പ്രിൻ്റർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിൻ്ററിൻ്റെ ഡിവൈസ്, അതിനൊക്കെ ഡിസ്പ്ലേസ്, CD ROM റീഡേഴ്സ്, ഡിസ്കറ്റ് ഡ്രൈവ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇത്രയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എന്താണ് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി എന്താണ് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ? എന്താണ് കമ്പൈലർ, എന്താണ് ഇൻ്റർപ്രറ്റർ? കമ്പൈലർ സ്കാൻസ് ദ എൻറ്റയർ പ്രോഗ്രാം ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ആസ് എ ഹോൾ ഇൻ ടു എ മെഷീൻ കോഡ്. അപ്പം സ്കാൻ ദ എൻറ്റയർ പ്രോഗ്രാം, കമ്പയർ എന്ത് ചെയ്യുന്നു? ആ എൻറ്റയർ പ്രോഗ്രാമിനെ സ്കാൻ ചെയ്യുന്നു എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താണ് മെഷീൻ കോഡാകുന്നു. അപ്പോൾ അവിടെ കമ്പൈലറിൻ്റെ കേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതേസമയം ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലാണെങ്കിൽ ട്രാൻസ്ലേറ്റ് പ്രോഗ്രാം വൺ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ടൈമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കമ്പൈലറിൻ്റെ കേസിൽ ബൾക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. Compiler, it takes the large amount of time to analyze the source code, but the overall execution time is comparatively faster. ഇപ്പോൾ കമ്പൈലറിൻ്റെ കേസിലെന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കും അല്ലേ? ഇറ്റ് ടേക്സ് ലാർജ് എമൗണ്ട് ഓഫ് ടൈം ടു അനലൈസ് ദ സോഴ്സ് കോഡ് ബട്ട് ദ ഓവറോൾ എക്സിക്യൂഷൻ ടൈം, പക്ഷേ അതിൻ്റെ ഓവറോൾ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിരിക്കും. ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലാണെങ്കിൽ ലെസ് എമൗണ്ട് ഓഫ് ടൈം ടു അനലൈസ് ദ സോഴ്സ് കോഡ്, കാരണം കുറച്ച് സമയം മതി, കാരണം ഒരു വൺ ബൈ വൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ലെസ് എമൗണ്ട് ഓഫ് ടൈം ടു അനലൈസ് ദ സോഴ്സ് കോഡ് ബട്ട് ദ ഓവറോൾ എക്സിക്യൂഷൻ ടൈം ഈസ് സ്ലോവർ. അതിൻ്റെ ഓവറോൾ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. കമ്പൈലർ ജനറേറ്റ്സ് ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ്, ഹെൻസ് റിക്വയർസ് മോർ മെമ്മറി. അതായത് കമ്പൈലറിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മോർ മെമ്മറി വേണം. കമ്പൈലറിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഫേസസ് ഉണ്ട്. ലെക്സിക്കൽ അനാലിസിസ്, സിൻറ്റാക്സ് അനാലിസിസ്, സെമാൻറ്റിക് അനാലിസിസ്, അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഇപ്പോൾ കമ്പൈലറിൻ്റെ കേസിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വേണം? ഇറ്റ് റിക്വയർസ് മോർ മെമ്മറി. ഇനി ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലാണെങ്കിൽ നോ ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ഈസ് ജനറേറ്റഡ്, ഹെൻസ് ആർ മെമ്മറി എഫിഷ്യൻറ്റ്. അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡും ജനറേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻ്റ് ആണ്. നോ ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ഈസ് ജനറേറ്റഡ്, ഹെൻസ് ദെയർ മെമ്മറി ഈസ് എഫിഷ്യൻറ്റ്. ദെൻ കമ്പൈലറിൻ്റെ കേസിൽ ഇറ്റ് ജനറേറ്റ്സ് ദ എറർ മെസ്സേജ് ഓൺലി ആഫ്റ്റർ സ്കാനിങ് ദ ഹോൾ പ്രോഗ്രാം സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു എറർ മെസ്സേജ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീബഗിങ് എന്ന് പറയുന്നത് എന്താ? ഹെൻസ് ഡീബഗിങ് ഈസ് കമ്പാരിറ്റീവ്ലി ഹാർഡ്. ഡീബഗിങ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്.
ഇൻ്റർപ്രറ്ററിൻ്റെ കേസിലാണെങ്കിൽ കണ്ടിന്യൂസ് ട്രാൻസ്ലേറ്റിംഗ് ദ പ്രോഗ്രാം അൺടിൽ ദ ഫസ്റ്റ് എറർ ഈസ് മെറ്റ്, ഇൻ വിച്ച് കേസ് ഇറ്റ് സ്റ്റോപ്പ്, ഹെൻസ് ഡീബഗിങ് ഈസ് ഈസി. അവിടെ ഡീബഗിങ് എന്ന് പറയുന്നത് എന്താ, വളരെ ഈസിയാണ്, കാരണം 1 by 1 ആയിട്ട് ചെയ്യുന്നത്. ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈക്ക് C++ യൂസ് കമ്പൈലേഴ്സ്. C++നകത്ത് ഏതാണ് യൂസ് ചെയ്യുന്നത്, കമ്പൈലേഴ്സ്. അതേസമയം ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്യുന്നത് പൈതൺ, റൂബി, ഈ ലാംഗ്വേജസിനകത്തൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്ററാണ് യൂസ് ചെയ്യുന്നത്.